ഒന്നുമില്ല. സിവിലേക്ക് എടുത്തോളൂ. അർജന്റ് ഓപ്പറേഷനാ വേണ്ടത്. വല്ലാത്ത ക്രിട്ടിക്കൽ പൊസിഷനാ. പ്രശ്നം വളരെ സീരിയസാ. സർജൻ വരാൻ 2 മണിക്കൂർ സമയമെടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യ്. അത് സാധ്യമല്ല മാഡം. ഷിഫ്റ്റ് ചെയ്യാൻ എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് ഇത്തവണയും എന്നെ വിളിപ്പിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൃതജ്ഞത. വാ മോളെ. അമ്മ പോയോ? വാടി ഇവിടെ. നിങ്ങൾക്ക് 2 പിള്ളേര് മാത്രം മതിയല്ലോ. ഇവളെ എന്തിനാ വിളിക്കുന്നേ? ഇവള് മാത്രമേ എന്റെ കൂടെ വരാറുള്ളൂ. ഇനി ഇതിനെ കൂടെ എന്നിൽ നിന്ന് അകറ്റി എന്നെ ഒറ്റപ്പെടുത്താനാ ഉദ്ദേശം? ചേച്ചേ വാടി ഇവിടെ വരാൻ. അമ്മേ, എല്ലാവർക്കും ദൈവമാണെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് 2ാം കെട്ട് കടിച്ചു. നാട്ടിൽ പോയി സുഖമായി ജീവിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് ജനങ്ങളാ വലുത്. നിനക്ക് അവനെ വേണ്ടാത്തത്, ജനങ്ങൾക്ക് അവൻ ദൈവമാ. എന്റെ മോളെ, നിനക്ക് അവനെ വേണ്ടെങ്കിൽ അതെന്റെ തലവിധിയാ. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച ആ പിള്ളേരുടെ പുറകെ നടന്നാൽ കൊന്നുകളഞ്ഞാൻ. കേട്ടല്ലോ? സത്യേ സത്യേ വാ വാ, ഇറങ്ങി വാ, വേഗം വാ. കാശ് കൊടുത്തു, സാരി കൊടുത്തു, മദ്യവും കൊടുത്തു. എന്നിട്ടും ഈ നാറികൾ നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ. സൂര്യപ്രതാപൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവനാണല്ലോ. അയാള് ജീവിച്ചിരിക്കുമ്പോ ജയിക്കാൻ നമുക്ക് പ്രയാസം. ജനങ്ങൾക്ക് അയാളെ ജീവനാണമ്മവാ. അയാൾക്ക് മകനെ വലിയ കാര്യമാ. ഇന്നാണെങ്കിൽ ആ പയ്യന്റെ പിറന്നാളുവാ. ജനങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്. നമുക്കും പോകണം, പങ്കെടുക്കണം, തൊഴണം. എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. അച്ഛാ, എല്ലാവരും എന്തിനാ അച്ഛന്റെ പുറകെ നടക്കുന്നേ? എല്ലാവർക്കും ആഹാരം കൊടുക്കണം. ഞാനുണ്ടെന്നുള്ളതാണ് അവരുടെ ധൈര്യം. നിങ്ങളെ വിജയിപ്പിച്ചത്, എന്നെ തോൽപ്പിച്ചത് എല്ലാ ദേവനല്ലേ. അതുകൊണ്ട് ആ ദേവന്റെ മുന്നിൽ വെച്ച് എന്നെ നിങ്ങളെ ആദരിക്കാമെന്ന് വെച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ എന്താ ആനന്ദമുണ്ടോ, മരിക്കുമ്പോ പോലും എനിക്ക് അതേ ആനന്ദമാണുള്ളത്. നീ എത്ര വളർന്നാലും വീര, നിന്റെ അനുജത്തി മറക്കരുത്. ഇല്ല, അനിയത്തെ നോക്കാൻ എന്നും ഞാനുണ്ടാവും അച്ഛാ. അവൾ എന്റെ കൂടപ്പുറപ്പാണ്.
പെങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച അവരെ ഞാൻ വെറുതെ വിടത്തില്ല. അച്ഛാ! സത്യ, അമ്മ എന്നെ തല്ലും. എനിക്ക് പേടിയാ. പേടിക്കണ്ട സത്യ, വാ. ഞാൻ വരില്ല. എന്തിനാ വന്നേ? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാച്ചിട്ട്. അവിടുന്ന് ഞാൻ അവസാനമായിട്ട് വന്നതാ. വീണ്ടും വരില്ല. ആ പിള്ളേർക്ക് പിന്നെ ആരാ പറയുന്നത് കേൾക്ക്. പിള്ളേർക്ക് എന്ത് ചെയ്യണമെന്നാ? സ്വത്തിന്റെ വലിയൊരു പങ്ക് നാട്ടുകാർക്ക് കൊടുത്തില്ലേ? ബാക്കിയൊക്കെ ആൺപിള്ളേർക്കും. ആരും ഇല്ലാതായത് അവരുടെ വിധി. ആ പിള്ളേരെ ഞാൻ എന്തിനാ നോക്കുന്നേ? ഓടാ എന്റെ മുന്നിൽ നിന്ന്. ചിറ്റേ, ചിറ്റേ, സ്വത്തിന്റെ ആധാരങ്ങളാ എടുത്തോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ചിറ്റേ മാത്രം മതി. എടുത്തോ ചിറ്റേ. കേട്ടില്ലേ മോളെ, അവരെത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരി. പിള്ളേരെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എടാ, ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടണോ? വേണ്ട ചിറ്റേ, ഞങ്ങള് പോയിക്കോളാം. ചേട്ടാ, ആ സത്യ, അമ്മയോട് പറഞ്ഞ് നീ ഞങ്ങളുടെ കൂടെ വാ. അമ്മ എന്നെ തല്ലോന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നേനെ. അച്ഛന് കൊടുത്ത വാക്ക് പ്രകാരം ഞാൻ ഇന്നും നിന്റെ കൂടെ നിഴല് പോലെ ഉണ്ടാവും. നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാളെ നീ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി എപ്പോഴോ പ്രാക്ടീസ് നിർത്തിയിരുന്ന നീ വീണ്ടും ഡോക്ടറായി. സഹോദരനെ രക്ഷിക്കാൻ നീ ഡോക്ടറുടെ ധർമ്മം പാലിച്ചു. എന്നാൽ സഹോദരനാണെന്നുള്ള കാര്യം പറയാതിരുന്നത് തീരെ ശരിയായില്ല മോളെ. ഞങ്ങളുടെ മോന് നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുകൂടി നിനക്കിങ്ങനെ വലിയേട്ടുണ്ടെന്ന് പറയാതിരുന്ന എന്താ സത്യ? അവന് വേണ്ടി ഇത്രയും കണ്ണീര് തൂകിയ നീ സ്വന്തം സഹോദരന്റെ കാര്യം ഒളിച്ചതെന്തിനാ? മിസ്റ്റർ ശ്യാം സർ, അനീത്തിക്കും അനീത്തിയുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ദേവ ആരെന്നറിയോ? സർ, പ്രപഞ്ചത്തിന് ദൈവമുണ്ടോ എന്തോ, പ്രദേശത്തിന് ദൈവമുണ്ടോ എന്തോ, എന്നാൽ ആ സദാശിവപുരത്തിനൊരു ദൈവമുണ്ട്. അവനാണ് ദേവ. വരം കൊടുക്കുന്ന ദൈവമല്ല, പ്രാണൻ കൊടുക്കുന്ന ദൈവം. ആവശ്യം വന്നാൽ പ്രാണൻ എടുക്കുന്ന ദൈവം. സർ, അവൻ വീരവെങ്കട സത്യനാരായണ, അതാണ് അവന്റെ ഫുൾ നെയിം. കിരീടം വെക്കാത്ത യുവരാജാവ്, സിംഹാസനമില്ലാത്ത ചക്രവർത്തി, ക്യാരക്ടറില് മിസ്റ്റർ ക്ലീൻ. ഇതാണ് സദാശിവപുരം. ഇത് വീരയുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ആരെതിർക്കാൻ? ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ആരെതിർക്കാനാ? ആ വീരയാണ് അതിനെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിന് ആ വീര സമ്മതിക്കൂ. ജനങ്ങളുടെ പ്രയോജനമല്ല, ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കലാണ് നമ്മുടെ ആവശ്യം. ഇതാണ് നമുക്ക് വേണ്ട സദാശിവപുരം. അടുത്ത് കാണുന്നത് ഗോദാവരി നദി. ഈ തെർമൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാട് നമ്മുടേതാവും. ഈ നദി കൂടെ വരിക്ക് വരും. പിന്നെ പോയിസനാണ് ഒഴുകാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കാളാ വീരയ്ക്ക് നാട്ടുകാരാ വലുത്. വീരയെ ഒതുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഡീലിന് സമ്മതിക്കുന്നു.